Okay, welcome back dears, and today we are going to do a problem based on closing entries in the book of branch. So you revise that part, the last video and a part closing entry. So that's entries correct. Okay, so you can see the question on the board. A Chennai head office has an independent branch at Ahmedabad. Independent branch from the following journal entries pass to close the book of branch. Ahmedabad branch in the book closing entries. Show also the head office account in the branch. In the branch in the book head office in the account. Okay, let's see. Given trial balance തന്നിട്ടുണ്ട് താഴെ ABCD 4 additional informations are there. ഒന്ന് നമ്മളിപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ ഓക്കെ ഇത് കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന ക്വസ്റ്റ്യൻ ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും വരയണ്ടേ? ബിക്കോസ് നമ്മൾ എൻട്രി എഴുതുമ്പം ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റിലുള്ളത് ആൻഡ് PNL അക്കൗണ്ട് ഡെബിറ്റിലുള്ളത് ക്ലോസ് ചെയ്യും, PNLDയും ട്രേഡിങ്ങിന് ക്രെഡിറ്റിലുള്ള ക്ലോസ് ചെയ്യും. സോ യുവർ ഡൗട്ട് ഇസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണമെന്നില്ലേ? അപ്പം ഈ ഒരു മെത്തേഡിന് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇല്ലാണ്ട് വരച്ച് നോക്കാം. ഓക്കെ, ബിക്കോസ് നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എൻട്രി ത്രൂ കാണിക്കുന്നില്ല. ഇന്നലത്തെ ക്ലാസ്സിൽ നോട്ട്സിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും നമ്മൾ എൻട്രി ത്രൂ എന്ത് ചെയ്യുന്നില്ല, ഇതിൽ ക്ലോസ് ചെയ്യുന്നില്ല. ബിക്കോസ് അതൊക്കെ പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ആകും, അതുകൊണ്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യാത്തത്. സോ ഈ മെത്തേഡിൽ നമ്മൾ ട്രേഡിംഗ് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് അതില്ലാണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാ. ഫസ്റ്റ് ഞാൻ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നോക്കുന്നത്. ഞാൻ മറ്റേ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഒരു ഐറ്റവും ഞാൻ വായിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് വായിക്കുന്നത് ഏതാണോ അഡ്ജസ്റ്റ്മെന്റ്. ആൻഡ് ദ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾക്ക് അറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ വരുന്ന ഐറ്റം ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ആൻ അസെറ്റ്. ഓക്കെ, അതവിടെ വെച്ചു. നൗ ബി ബ്രാഞ്ച് ഫിക്സഡ് അസെറ്റ്. ഫിക്സഡ് അസെറ്റ് മെയിൻറ്റെയിൻഡ്. ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നതോ? ഹെഡ് ഓഫീസ്. ഇന്നലെ പറഞ്ഞ സെയിം പോയിന്റ്. ഫിക്സഡ് അസെറ്റിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഹെഡ് ഓഫീസ് ബുക്ക്. Machinery is there, furniture is there. Okay, ഇത് ആരുടെ ബുക്കിലാണോ എൻട്രി? ഹെഡ് ഓഫീസ്. സോ ഈ രണ്ട് അസറ്റും ആരുടെ ബാലൻസ് ഷീറ്റിൽ ഇല്ല? ബ്രാഞ്ചിന്റെ ബാലൻസ് ഷീറ്റിൽ ഈ രണ്ട് അസറ്റും ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ഹെഡ് ഓഫീസ്. പക്ഷേ ഡിപ്രിസിയേഷൻ ഹെഡ് ഓഫീസിന്റെ ബുക്കിലും എഴുതണം, ബ്രാഞ്ചിന്റെ ബുക്കിലും എഴുതണം. ക്ലോസിംഗ് എൻട്രീസ് വരയാനുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലോസിംഗ് എൻട്രീസ് വരയുമ്പോൾ നമ്മൾ ആരുടെ ബുക്കിലാണോ വരയാ? ബ്രാഞ്ചിൻ്റെത്. സോ ഡിപ്രിസിയേഷന് ബ്രാഞ്ചിന്റെ ബുക്കിൽ പാസ് ചെയ്യുന്ന എൻട്രി ഈ എൻട്രിയുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. സോ വാട്ട് ഈസ് ദ എൻട്രി? ഫിക്സഡ് അസെറ്റ് മെയിൻറ്റെയിൻഡ് ബൈ ഹെഡ് ഓഫീസ്, ഡിപ്രിസിയേഷന്റെ എൻട്രി ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച്. അറിയാത്തവർ മറിച്ചിട്ട് നോക്കുക. എൻട്രി ഇതാണ്, മുന്നേ പഠിപ്പിച്ചു തന്നതാണ്, നിങ്ങളുടെ നോട്ടിൽ വേണം. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എത്ര ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഹെഡ് ഓഫീസിന് പേരുണ്ടടാ? ഇല്ലല്ലേ, ഉണ്ടാ. ചെന്നൈ ഹെഡ് ഓഫീസ് അല്ലേ? സോ ഹെഡ് ഓഫീസ് ചെന്നൈ. ഹിയർ ഡിപ്രിസിയേഷൻ, നമുക്ക് ഇവിടെ ഡിപ്രിസിയേഷൻ രണ്ടാളുണ്ട്. മെഷീനറിന്റെ ഡിപ്രിസിയേഷനും ഫർണിച്ചറിന്റെ ഡിപ്രിസിയേഷനും ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ കാണിക്കാം. ക്ലിയർ? അതാണ് ഒന്നാമത്തെ പോയിന്റ്. സോ ഐ ആം ഗോയിങ് ടു റൈറ്റ് എൻട്രീസ്. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് എൻട്രി, ഇതിന്റെ എൻട്രി. ഏതിന്റെ എൻട്രി? ബി എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റിന്റെ എൻട്രി ഞാൻ എഴുതാൻ പോവാണ്. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എട്ട് ടു ഹെഡ് ഓഫീസ് ചെന്നൈ ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ചെന്നൈ ഹെഡ് ഓഫീസ് അക്കൗണ്ട്. എമൗണ്ട് നോക്ക്. മെഷീനറി എത്രയാണോ? 25,000 10%. എത്ര? 25,000 10% 2,500 പ്ലസ് ഫർണിച്ചർ 1000 1000 15% 150.
കാൽക്കുലേറ്റ് ഒന്നും ചെയ്യുന്നില്ല. 25,000 50ഉം 1000 15%. ഇറ്റ് ഇസ് 2650. 2650. അപ്പോൾ നമ്മൾ ബി എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് നേരെ തിരിച്ചിട്ടാകുമ്പോൾ മാറും കേട്ടോ. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ബ്രാഞ്ചാ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ ബ്രാഞ്ചിന്റെ ബാലൻസ് ഷീറ്റിലൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു കണക്ക് വരുമ്പോൾ നോക്കാം. Now it is point number C, rent due. Rent is outstanding. Rent outstanding ആണെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യല്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇവിടെയുള്ള റെന്റിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യും ആണല്ലോ. അതിനൊരു എൻട്രി ഉണ്ടാവുമല്ലോ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റിന്റെ എൻട്രി എന്താ? ആ എൻട്രി ആണ് നമ്മൾ രണ്ടാമതായിട്ട് ഇവിടെ എഴുതാൻ പോകുന്നത്. ഈ 1 2 എന്നൊന്നും നിങ്ങൾ എഴുതണ്ടേ, ഞാനിവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഞാനും എഴുതുന്നില്ല, എനിക്ക് പ്രശ്നം വേണ്ട. ഇറ്റ് ഇസ് December 31st, റൈറ്റ്? യാ, ക്ലോസിംഗ് ഇസ് December 31st. ഞാനവിടെ December 31st എന്ന് എഴുതുകയാണ്. രണ്ടാമത്തെ എൻട്രി റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ് റെന്റിന്റെ എൻട്രി എന്താ അറിയില്ലെങ്കിൽ സി ഈസി വേ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്നാണോ? ലാബിലിറ്റി ആണോ അസറ്റ് ആണോ? അസറ്റ് ആണോ ലാബിലിറ്റി ആണോ? ലാബിലിറ്റി. ലാബിലിറ്റിന്റെ ബാലൻസ് എന്താണോ? ലാബിലിറ്റിക്ക് എന്ത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എൻട്രിയിൽ ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റി താഴെ വരണോ മേലെ വരണോ? ക്രെഡിറ്റ് ബാലൻസ് താഴെ അല്ലടോ, എൻട്രിയിൽ താഴെ അല്ലടോ വരണ്ടേ അല്ലേ? ആ ഓക്കെ. സോ ഇറ്റ് ഈസ് rent account. Rent is an expense, so I am debiting it and to outstanding liability. It is amount is 500 150. Clear? ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റിന്റെ എൻട്രി. ഓക്കെ ഓക്കെ. Now point number D. A remittance of 4,000 made by the branch on 28 December. 28-ാം തീയതി 4,000 രൂപയുടെ റെമിറ്റൻസ്, അതായത് ക്യാഷ് റെമിറ്റൻസ് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഹെഡ് ഓഫീസിന്. ബട്ട് ഹെഡ് ഓഫീസ് അത് ജനുവരിയിലെ റിസീവ് ചെയ്തിട്ടുള്ളൂ. എന്താണോ ആ സാധനം? ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, ക്യാഷ് ഇൻ ട്രാൻസിറ്റിന്റെ എൻട്രി. ക്യാഷ് ഇൻ ട്രാൻസിറ്റിന്റെ എൻട്രി എന്താണെന്ന് ആദ്യം ഓർമ്മിച്ചേ. എന്താണോ ക്യാഷ് ഇൻ ട്രാൻസിറ്റിന്റെ എൻട്രി? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ബ്രാഞ്ചിന്റെ ബുക്കിലാണെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസ്, ആൻഡ് ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ബ്രാഞ്ച്. ഇതാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റിന്റെ എൻട്രി. നമ്മളിവിടെ ആരുടെ ബുക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബ്രാഞ്ചിന്റെ ബുക്ക് അല്ലേ. നമ്മളിവിടെ ക്ലോസിംഗ് എൻട്രീസ് ബ്രാഞ്ചിന്റെ ബുക്കിലാണ് എഴുതുന്നത്. നമ്മൾ തിയറി പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നിക്കൽ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ബുക്കിൽ. ജനറലി ആരുടെ ബുക്കിലാണ് പ്രിപ്പയർ ചെയ്യാം? ഹെഡ് ഓഫീസ്. ബട്ട് ഈ ഇതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആരുടെ അക്കൗണ്ട് ആണോ? ബ്രാഞ്ചിന്റെ അക്കൗണ്ട്. ആൻഡ് നമ്മൾ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് ഈ കണക്കിൽ പ്രിപ്പയർ ചെയ്യുന്നില്ല. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇത് നമ്മൾ അവിടെ എഴുതുന്നത് ബ്രാഞ്ചിന്റെ ബുക്കിൽ എഴുതുന്നു. ഓക്കെ ഓക്കെ, ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതണ്ടു. ബട്ട് ഹിയർ നമ്മൾ എച്ച്ഒന്റെ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല. സോ നമ്മൾ ഇതിനെ ബ്രാഞ്ചിന്റെ ബുക്കിൽ കാണിക്കും. ക്ലിയർ? ഓക്കെ. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് 2,400. No, 4,000, right? 4,000. അപ്പൊ എല്ലാ അഡ്ജസ്റ്റ്മെന്റും നമ്മൾ പാസ് ചെയ്തല്ലോ. ബി കഴിഞ്ഞു, എ നമുക്കറിയാം, ബി കഴിഞ്ഞ്, സി കഴിഞ്ഞ്, ഡി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഏത് എൻട്രീസ് എഴുതണോ? ക്ലോസിംഗ് എൻട്രീസ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ക്ലോസിംഗ് എൻട്രീസ് എഴുതാൻ പാടില്ല. നിങ്ങൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേണം എഴുതാൻ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് മായ്ക്കും. ഞാനിപ്പം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ എഴുതിയതാണ് ക്ലോസിംഗ് എൻട്രീസ്. ക്ലോസിംഗ് എൻട്രീസ് നമുക്കിനി നോക്കാം. ഓക്കെ, ക്ലോസിംഗ് എൻട്രി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റിലുള്ള സാധനങ്ങൾ ക്ലോസ് ചെയ്യുന്ന എൻട്രി. ബട്ട് ഏതെടുക്കാൻ പാടില്ല? ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അറിയില്ല. ഇനി നമ്മൾ ട്രയൽ ബാലൻസ് നോക്കുവാണ്. ഓക്കെ, എൻട്രി എന്താടോ? എൻട്രി
ഈ ഭാഗത്തുള്ളതാ ക്ലോസ് ചെയ്യേണ്ടത്. ഇതെല്ലാം എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ക്ലോസ് ചെയ്യേണ്ടിക്കൽ എൻട്രിയിൽ ക്രെഡിറ്റ്. എൻട്രിയിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 2 എഴുതണം. സോ എൻട്രി സ്റ്റോക്ക് നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ വരുന്നതാണ്. സോ ഡെബിറ്റിൽ വരുന്നതിന്റെ എൻട്രി ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ വരും. ഞാൻ ഇവിടെ എന്തെഴുതി? ഓപ്പണിംഗ് സ്റ്റോക്ക്. എമൗണ്ട് ഇസ് 8,200. നൗ അടുത്ത വായിക്കുന്നത് പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ വരുന്നതല്ലേ ആണ്. സോ ഞാനിവിടെ എഴുതി ടു പർച്ചേസ് 12,800. വേജസ് ടു വേജസ് 65,50. മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് അഗെയിൻ എ ഡയറക്റ്റ് എക്സ്പെൻസ് ഓർ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ്. It is wages 3,400. Next item is rent. Rent P&L അക്കൗണ്ടിലും ഏത് സൈഡിൽ തന്നെ വരുന്നതാണോ? ഡെബിറ്റിൽ. സോ നമ്മൾ ഇവിടെ എഴുതും ടു റെന്റ്. ഇറ്റ് ഇസ് 1,700. സാലറി അഗെയിൻ ഇവിടെ വരും ടു സാലറി. ഇറ്റ് ഇസ് 5,500. Now it is debtor is an asset. So ഞാൻ അതിനെ ഇപ്പൊ തൽക്കാലം ലീവ് ചെയ്യുന്നു. And to general expenses again a expense. So I write here 2,000. Okay. Now it is goods from HO. Goods from HO എവിടെ വരുന്നതാണോ? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ. സോ ഇവിടെ ഞാൻ എഴുതും ഗുഡ്സ് ഫ്രം HO. എത്രയാ? 7,200. നെക്സ്റ്റ് ഐറ്റം ഇസ് ക്യാഷ് അറ്റ് ബാങ്ക്. ഇറ്റ് ഇസ് എൻ അസെറ്റ്. ക്രെഡിറ്റർ ലാബിലിറ്റി. സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇപ്പം നമുക്ക് വേണ്ട. ഡിസ്കൗണ്ട് ക്രെഡിറ്റിലാണ് തന്നത്. നോക്കിയ ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റിന്റെ ബാലൻസിലാണ് അത് തന്നത്, അപ്പുറത്തല്ലേ തന്നത്. സോ ഇറ്റ് ഇസ് എ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് ക്രെഡിറ്റിൽ വരുന്നത്. അത് എഴുതുന്നില്ല. പർച്ചേസ് റിട്ടേൺസും നമ്മൾ ഇവിടുന്ന് ലെസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ ക്രെഡിറ്റിന്റെ എൻട്രിയിൽ കാണിക്കും. ക്ലിയർ? അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെയാണ്. ഞാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താട്ടെ മക്കളെ. ശരിയാ നോക്കട്ടെ. I think one more എന്തെങ്കിലും മിസ്സായിട്ടുണ്ടാവും. ഓക്കെ, റെന്റിന്റെ കൂടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് കേട്ടോ. എത്രയാ? 150. റെന്റിന്റെ കൂടെ 150 is there. സോ ഇവിടെ 1,850 ആവുക. ഇതാ ഇവിടെ 1,700 പ്ലസ് 150 വരും. ആൻഡ് വൺ മോർ ഐറ്റം ഇസ് മിസ്സിംഗ്. അതാണ് നമ്മുടെ ഡിപ്രിസിയേഷൻ. ഓർമ്മയില്ലേ? നമ്മുടെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത ഡിപ്രിസിയേഷൻ ഇസ് 2650. ഡിപ്രിസിയേഷൻ നമ്മൾ P&L അക്കൗണ്ടിൽ ഇവിടെ എഴുതുന്നല്ലേ ഡെബിറ്റിൽ. സോ ടു ഡിപ്രിസിയേഷൻ 2650. ഇപ്പം ശരിയായി. ഓക്കെ, അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 50,150 കിട്ടും. ഇനി ഏത് സൈഡാണോ? ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാവുന്ന എൻട്രി. ആദ്യം നമുക്ക് ഐറ്റംസ് നോക്കാം. ക്രെഡിറ്റ് സൈഡ് ഇപ്പുറത്തെ സൈഡ് നോക്കുക. ക്രെഡിറ്ററിൽ സെയിൽ ഇസ് ദർ. സോ ഇറ്റ് ഇസ് സെയിൽസ്. ഇറ്റ് ഇസ് 34,950. നൗ ഇറ്റ് ഇസ് ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഏൺഡ് ആണ് ക്രെഡിറ്റിൽ തരിക, ബിക്കോസ് ഇൻകം ആണ്. ആൻഡ് ഇറ്റ് ഇസ് പർച്ചേസ് റിട്ടേൺസ് 300. ഇല്ലടോ? എനിത്തിങ് എൽസ്? യാ, ക്ലോസിംഗ് സ്റ്റോക്ക് മറക്കരുത്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് എത്ര? 14,350. ടു ആരുടെ അക്കൗണ്ട് ആണോ? ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ആൻഡ് യു ഹാവ് ടു ടോട്ടൽ ഇറ്റ്. യു വിൽ ഗെറ്റ് 49,750. Now it's over. Now അസറ്റിന്റെ എൻട്രി ആണ്. അസറ്റിന്റെ എൻട്രിക്ക് അസറ്റിന്റെ ഡെബിറ്റ് ബാലൻസ് ക്യാൻസൽ ചെയ്യണം. എന്തൊക്കെ അസറ്റ് ഉണ്ട്? ഡെറ്റർ ഇസ് ദർ. ക്വസ്റ്റ്യൻ ആണ് ഞാൻ നോക്കുന്നത്. ഡെറ്ററിൽ 4,000. നൗ ക്യാഷ് അറ്റ് ബാങ്ക് ടു ക്യാഷ് ഇറ്റ് ഇസ് 750. നൗ സ്റ്റോക്ക് ഈ സ്റ്റോക്ക് ആണല്ല നമ്മളോട് മറന്നു പോവാ, ബിക്കോസ് അത് അഡ്ജസ്റ്റ്മെന്റിലല്ലേ തരുന്നത്. സോ അതൊന്ന് ഓർമ്മിക്കാം കേട്ടോ. 14,350. വൺ മോർ ഐറ്റം ഇസ് ദർ, ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. അല്ല, അത് നമ്മളെ ക്യാഷ് അല്ല. ടു ക്യാഷ് ഇൻ ട്രാൻസിറ്റ്.
ഇത് നമ്മളെ P&L അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ വന്നു, ഇത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നു, ഇതും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നു. സോ നമ്മൾ ഈ എൻട്രിന്റെ എഫക്റ്റ് ഒക്കെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ട്രാൻസിറ്റ് ഇസ് 4000. ഇതൊക്കെ ആഡ് ചെയ്താൽ 23,100 വിൽ ഗെറ്റ്. ഇനി ക്രെഡിറ്റർ ലാബിലിറ്റി സൈഡിന്റെ എൻട്രി ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കോ. ക്രെഡിറ്റ് സൈഡ് നോക്കിക്കോ, ഒരു ക്രെഡിറ്ററും ഉണ്ട്, പിന്നെ നമ്മുടെ ആരും ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റി. ക്രെഡിറ്റർ ഹൗ മച്ച്? 2700, 150, 2850. ഓക്കെ, ഇറ്റ് ഇസ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അങ്ങനെ നമ്മളെ എൻട്രി ഇവിടെ തീർന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ബേസിൽ ഒരു ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് വരയണം. ഞാനിത് ഇവിടെ വരെയാണ്, ചെറിയൊരു ഹെഡ് ഓഫീസ്. Visible? Yes. എമൗണ്ട് നമുക്ക് അവിടെ ഉണ്ട്, നിങ്ങൾ എടുത്തുണ്ടാവും. അപ്പോൾ ഞാൻ എഴുതാം. 150, 300, 14, 300. ഓക്കെ, ഇറ്റ് ഈസ് ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ നമ്മൾ 1 by 1 ആദ്യം നമ്മൾ ബാലൻസ് എഴുതാൻ മറക്കരുത്. ഹെഡ് ഓഫീസ് അക്കൗണ്ടിന്റെ ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടു ബാലൻസ് എടുത്ത് നോക്കിയേ, ഇറ്റ് ഈസ് 14,000. ഓക്കെ, നൗ 1 by 1 ടു ഡിപ്രിസിയേഷൻ. അപ്പോൾ ടു ഹെഡ് ഓഫീസ്, ദാറ്റ് ഈസ് ബൈ ഡിപ്രിസിയേഷൻ 2650. ഇതിൽ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് ഇല്ല, ഇതിൽ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് ഉണ്ട്. ഇറ്റ് ഈസ് ബൈ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് 4000. ഇതിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ കുറേ 2 കാണും. ഓക്കെ, അപ്പോൾ ഞാനത് ഇപ്പുറത്തെ സൈഡിൽ എഴുതാൻ പോകുന്നത്. ഞാൻ എന്താ എഴുതുന്നത് നോക്കിയാൽ, ടു സൺട്രീസ്. എല്ലാവരുടെ പേരും വലിച്ചു പിടിച്ചിവിടെ എഴുതണ്ട. ടു സൺട്രീസ് ഡെബിറ്റ് ബാലൻസ് ഓഫ് റവന്യൂ ഐറ്റംസ്. എന്താ എഴുതുക? ഡെബിറ്റ് ബാലൻസ് ഓഫ്, അയ്യോ എമൗണ്ട് എഴുതുന്ന സ്ഥലം കണ്ടിടോ. ഐ ഹോപ്പ് യു വിൽ ഗെറ്റ് ഇറ്റ്. ടു സൺട്രീസ് എന്താ എഴുതുക? സൺട്രീസ് ബ്രാക്കറ്റിൽ ഡെബിറ്റ് ബാലൻസ് ഓഫ് റവന്യൂ ഐറ്റംസ്. റവന്യൂ ഐറ്റംസ്. ഓക്കെ, ഡേ ടു ഡേ ബിസിനസ് ഉണ്ടാവുന്ന ചെലവുകളാണ് ഡെബിറ്റ് ചെയ്യുക കേട്ടോ. 1. നൗ ഇറ്റ് ഈസ് ഇപ്പുറത്തും എഴുതും. എന്ത്? ബൈ സൺട്രീസ്. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ എന്താണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് ബാലൻസ് ഓഫ് റവന്യൂ ഐറ്റംസ്. ക്രെഡിറ്റ് ബാലൻസ് ഓഫ്, ഞാൻ ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾ എഴുതണം. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് റവന്യൂ ഐറ്റംസ് എത്രയാ? 14 അല്ല കേട്ടോ, 49. എത്രയാണോ? 750 അല്ലേ? ഓക്കെ, അപ്പോൾ 49,750. ഇനി ഇതിന്റെ എൻട്രി ഹെഡ് ഓഫീസ് അക്കൗണ്ട് എറ്റർ 2 ആണ്. അപ്പൊ ഇവിടെ വരും. ഇവിടെയും ഓരോ അസറ്റിന്റെ പേരുകൾ എഴുതണ്ട. ടു സൺട്രീസ് ബ്രാക്കറ്റിൽ അസറ്റ് 23,100. അപ്പൊ ഇനി ലാബിലിറ്റി എന്ത് വരും? ബൈ സൺട്രീസ് ബ്രാക്കറ്റിൽ ലാബിലിറ്റി. ഇവിടെ ഞാൻ ക്ലിയർ അല്ല, ഞാൻ പറയുന്നത് കേട്ടിട്ട് വേണം എഴുതാൻ. ബൈ സൺട്രീസ് ബ്രാക്കറ്റിൽ ലാബിലിറ്റി ആൻഡ് ഇറ്റ് ഇസ് 2850. ഇത് ടാലി ആയില്ലെങ്കിൽ നിങ്ങളുടെ കണക്ക് തെറ്റാണ്. ബട്ട് ഇറ്റ് ഇസ് ടാലി ആവും. 73,250 കിട്ടും കേട്ടോ. 73,250. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് മെത്തേഡിലുള്ള സംഭവം വളരെ ഈസി ആയിട്ട് ചെയ്തു. ഓക്കെ, ഇനി ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഈ ചാപ്റ്റർ അവസാനിക്കും. ക്ലോസിംഗ് എൻട്രീസ് നമുക്ക് 2 രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഫസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ്. ഇത് ഏതാ മെത്തേഡ്? ഫസ്റ്റ് മെത്തേഡ്. ഓർ അതിന്റെ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് മെത്തേഡ് ഈസ് ഓവർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ക്ലിയർ? ഓക്കെ, ഐ ആം റബ്ബിങ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. ക്ലോസിംഗ് എൻട്രീസിൽ സെക്കൻഡ് മെത്തേഡ് ആൻഡ് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് പാർട്ട്. ക്ലോസിംഗ് എൻട്രി, ബ്രാഞ്ചിന്റെ ക്ലോസിംഗ് എൻട്രീസ്. ഓക്കെ, സോ ഇറ്റ്സ് ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞ് ഇനി സെക്കൻഡ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡിൽ എത്ര എൻട്രി പഠിച്ചിനോ? 4 അല്ലേ? 4 എൻട്രീസ് അല്ലേ പഠിച്ചേ ക്ലോസ് ചെയ്യാൻ. ബട്ട് സെക്കൻഡ് മെത്തേഡിൽ എത്ര എൻട്രി ഉള്ളൂ എന്നറിയോ? 3 എൻട്രീസ്. ഓക്കെ,
ലാസ്റ്റ് 2 എൻട്രീസ് രണ്ടിലും കോമൺ. ലാസ്റ്റ് 2 എൻട്രി എന്ന് പറഞ്ഞാൽ അസറ്റ് ക്ലോസ് ചെയ്യുന്ന എൻട്രിയും ലാബിലിറ്റി ക്ലോസ് ചെയ്യുന്ന എൻട്രിയും സെയിം. ഒന്നാമത്തെ എൻട്രി എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിന്റെ എൻട്രി ആണ് പാസ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ എൻട്രി നെറ്റ് പ്രോഫിറ്റിന്റെ എൻട്രി ഈസ് P&L account debtor to head office account. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ എൻട്രി ഇത്. ഇനി നെറ്റ് ലോസ് ആണെങ്കിലോ, ദിസ് ഈസ് ദ എൻട്രി ഫോർ നെറ്റ് പ്രോഫിറ്റ്. ഇനി നെറ്റ് ലോസ് ആണെങ്കിൽ ഈ എൻട്രീനെ നേരെ റിവേഴ്സ് ചെയ്യുക. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ? ഓക്കെ, നൗ ഒന്നാമത്തെ എൻട്രി കഴിഞ്ഞ് രണ്ടാമത്തെ എൻട്രി അസറ്റ് ക്ലോസ് ചെയ്യുന്ന എൻട്രി നിങ്ങൾക്ക് അറിയാം. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു 1 by 1 ഓരോ അസറ്റിന്റെ പേര് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ആൻഡ് തേർഡ് എൻട്രി നിങ്ങൾക്ക് അറിയാം ലാബിലിറ്റി ക്ലോസ് ചെയ്യുന്ന എൻട്രി. ഓരോരോ ലാബിലിറ്റിന്റെ പേര് നിങ്ങൾ മെൻഷൻ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് ഫസ്റ്റ് 2 എൻട്രീസ് നിങ്ങൾ ഏത് എൻട്രി പാസ് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എൻട്രി പാസ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ എന്തായാലും എന്ത് സാധനം വരയണോ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നെറ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. സോ ഇൻ ദിസ് മെത്തേഡ് യു ഹാവ് ടു ഡ്രോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, എൻട്രി ക്ലിയർ ആണല്ലോ മക്കളെ? സെയിം ആൻഡ് ഇസ് ദ നെറ്റ് പ്രോഫിറ്റിന്റെ എൻട്രി, നെറ്റ് ലോസിന്റെ എൻട്രി. നമ്മളിപ്പോൾ കണ്ടില്ലേ ഒരു ക്വസ്റ്റ്യൻ, അത് തന്നെ സെക്കൻഡ് മെത്തേഡിലും ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദി ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഇറ്റ്സ് ക്ലോസിംഗ് എൻട്രീസ്. ക്ലോസിംഗ് എൻട്രീസിൽ ആദ്യം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് എഴുതണം. അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നാമത്തത് ഡിപ്രിസിയേഷൻ, നേരത്തെ അതേ എൻട്രി പാസ് ചെയ്യാം. രണ്ടാമത്തത് റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, ഡിപ്രിസിയേഷൻ സെയിം എൻട്രി. ഫസ്റ്റ് മെത്തേഡിൽ സെയിം എൻട്രി, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് സെയിം എൻട്രി കോപ്പി ചെയ്യുക, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് സെയിം എൻട്രി കോപ്പി ചെയ്യുക. ഫോർത്ത് ഐറ്റം ഇസ് ക്ലോസിംഗ് എൻട്രീസ്. നെറ്റ് ലോസ് മാത്രം ക്ലോസ് ചെയ്താൽ മതി. നെറ്റ് ലോസിന്റെ എൻട്രി ഇപ്പം ഞാൻ പഠിപ്പിച്ചു തന്നു. ഇറ്റ് ഇസ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു P&L account, it's 400. And the fifth entry, asset in the entry ആണ്. asset closing entry, same entry, first method. 6, liability closing entry, same, first method. So നിങ്ങൾ ഇവിടെ അതേപടി എഴുതണം ആ എൻട്രി. rent outstanding entry, cash in transit entry, net loss entry. Here it is net loss and asset closing entry, liability closing entry. അതിനുശേഷം നമ്മൾ ആരുടെ അക്കൗണ്ട് വരയണം? ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് വരയണം, ടാലി ആക്കണം അല്ലേ? ഹെഡ് ഓഫീസിന് ഇവിടെ വരും ബാലൻസ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് 14,000. ഫസ്റ്റത്തെ എൻട്രീന്റെ എഫക്റ്റ് ഇറ്റ് ഇസ് ഡിപ്രിസിയേഷൻ. ഇത്രയൊന്നും മറന്നുവല്ലോ. 2650 ബൈ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് 4,000. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് 4,000, ഡിപ്രിസിയേഷൻ ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. പിന്നെ ഈ ഭാഗത്ത് വരും ലാബിലിറ്റീസിന്റെ എൻട്രി. എന്താ എഴുതേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞതിന് സൺട്രീസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ആൻഡ് ഇറ്റ് ഈസ് ഹൗ മച്ച് യാർ 2850. യെസ് 2850. ഇപ്പുറത്ത് നെറ്റ് ലോസിന്റെ എൻട്രി, ഈ എൻട്രി ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇറ്റ് ഈസ് 400. and the asset in the entry to sundries, asset in the bracket എഴുതും. and the amount is 23,100. ഇത് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് ടാലി ആവും. ക്ലിയർ? now it's fine. ക്ലിയർ അല്ലേ? ഇനി നിങ്ങളടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ വർഷം നിങ്ങൾ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാൻ ഉള്ള ചാപ്റ്റേഴ്സിൽ ഒരു ഡിഫിക്കൽട്ട് ചാപ്റ്ററാണ് ഇത്. ഇനി നിങ്ങൾക്കിപ്പോൾ എക്സ്ട്രാ വർക്ക് ചെയ്യാൻ തരും. ഒരു 5-6 പ്രോബ്ലം നമ്മളെല്ലാ മെത്തേഡുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡെറ്റേഴ്സ് മെത്തേഡ്, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൽ കുറേ സംഭവങ്ങൾ, ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഓരോരോ പ്രോബ്ലം ആയിട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ പ്രോബ്ലം. ഓക്കെ, ബാക്കി നമുക്ക് ക്ലാസ് വർക്കായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൺഡേ മുതൽ നമ്മൾ ക്ലാസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾ ഇത് ഇന്നുകൊണ്ട് നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കണം. ഓക്കെ.